വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യേശുവിൻ്റെ തിരുപ്പിറവിയെക്കുറിച്ച് വായിച്ച ഒരു ചിത്രീകരണം ഈ പ്രഭാതത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. രംഗം സ്വർഗം. സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു. മലാഖമാർ ദൈവം നൽകുന്ന കൽപ്പനകൾക്കായി കാത്തു നിൽക്കുന്നു. ഒരു പുതിയ യുഗപ്പിറവിക്ക് വേണ്ടിയുള്ളതെല്ലാം സ്വർഗത്തിൽ പൂർത്തിയായി. ഇനി ദൈവത്തിൻ്റെ തീരുമാനം എന്തെന്ന് അറിയണം. ദൈവം ഗബ്രിയേലിനോട് പറഞ്ഞു, നീ ഉടൻ തന്നെ ഗലീലയിലെ നസറത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് മറിയ എന്നു പേരുള്ള കന്യകയെ കാണണം. അവൾ ദാവീദ് ഗൃഹത്തിലെ യോസഫിന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവളാണ്. ഉടനെ ഗബ്രിയേൽ ചോദിച്ചു, ദൈവമേ, മറിയ വെറുമൊരു ദരിദ്രയായ സ്ത്രീയല്ലേ? ദൈവം മറുപടി പറഞ്ഞു, അതേ, അവൾ ദരിദ്രരിൽ ദരിദ്രയാണ്. എങ്കിലും അവളെപ്പോലെ ഭക്തിയും വിശ്വാസവും വിശുദ്ധിയുമുള്ള മറ്റൊരാളെ ഭൂമിയിൽ എവിടെയും കാണുവാനില്ല. പ്രഭു, ശരി തന്നെ. എങ്കിലും ഗബ്രിയേൽ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ദൈവം പറഞ്ഞു, നിന്റെ ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്നാൽ ഇങ്ങനെയുള്ളവരെയാണ് ദൈവം തൻ്റെ പദ്ധതിക്കായി തിരഞ്ഞെടുക്കുന്നത്. തങ്ങളുടെ ധനം കൊണ്ട് എന്തും നേടാമെന്നും സ്വർഗം പോലും വിലയ്ക്ക് വാങ്ങാമെന്നും വ്യാമോഹിക്കുന്നവരെ അല്ല, എൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരെയാണ് എനിക്ക് വേണ്ടത്. ഇത് ഒരു സാങ്കല്പിക കഥയാണ്. ഈ കഥ നമ്മെ ഓർപ്പിക്കുന്നത് ആർഭാടങ്ങളുടെ മധ്യത്തിൽ അല്ല യേശു ജനിക്കുന്നത്. പിന്നെയോ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും മധ്യത്തിലാണ്. ആദ്യ ക്രിസ്മസ് കൊണ്ടാടിയത് സ്വർഗത്തിൽ ദൈവദൂതന്മാരും ഭൂമിയിൽ ആട്ടിടയന്മാരും ആയിരുന്നു. ഈ ആഘോഷവേളയിൽ ദൈവദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ലൂക്കോസ് 2:20. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിന് നൽകി എന്നതായിരുന്നു ആ സന്തോഷ വാർത്ത. അതുകൊണ്ട് ക്രിസ്മസിൽ ജോയ് ടു ദ വേൾഡ്, ദ ലോർഡ് ഈസ് കം എന്ന് നമ്മൾ പാടുന്നത്. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിന് നൽകിയത് പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ച് നിത്യജീവൻ്റെ അവകാശികളാക്കുന്നതിനു വേണ്ടിയായിരുന്നു. മരണശിക്ഷയിൽ നിന്ന് നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മെ നടത്തും എന്നത് സന്തോഷവാർത്ത തന്നെയാണ്. എന്നാൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന നമുക്ക് പാപമോചനം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷം പങ്കുവെക്കുവാൻ കഴിയുന്നുണ്ടോ? കുറേ ആർഭാടങ്ങളും സൽക്കാരങ്ങളും സംഘടിപ്പിക്കുന്നു എന്നതിൽ ഉപരിയായി പാപമോചനവും അതിൽ കൂടി ലഭിക്കുന്ന സന്തോഷവും സമാധാനവും വിശുദ്ധിയും അനുഭവിക്കുന്നതാ ക്രിസ്തുമസ്. ലോകം ഇന്ന് സ്നേഹശൂന്യതയിൽ വീർപ്പുമുട്ടുന്നു. ഒരു വശത്ത് മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയപരമായും മനുഷ്യൻ പരസ്പരം കയർക്കുകയും കലഹിക്കുകയും വെട്ടിമരിക്കുകയും ചെയ്യുന്നു. സമ്പത്തും യശസ്സും ആർജിക്കുവാൻ വ്യഗ്രതയിൽ സദാചാരവും ധാർമ്മികതയും നീതിബോധവും ദൈവഭക്തിയും മനുഷ്യന് കൈമോശം വന്നിരിക്കുന്നു. മറുവശത്ത് പ്രകൃതി ദുരന്തങ്ങളും യുദ്ധവും മനുഷ്യനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ്
ആട്ടിടയന്മാർക്ക് ദൈവദൂതനിൽ കൂടി ലഭിച്ച സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശത്തിൻ്റെ പ്രസക്തി, അതായത് ദൈവം ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത 2000 വർഷത്തിലധികമായി ജനകോടികൾ ദൈവത്തിന് തങ്ങളുടെ ഹൃദയത്തിൽ ഇടം നൽകിക്കൊണ്ട് വേദനകളുടെയും പീഡനങ്ങളുടെയും മധ്യത്തിലും ക്രിസ്തുവിൻ്റെ തിരുജന്മത്തിൽ കൂടി ലഭിച്ച സന്തോഷം പങ്കുവയ്ക്കുന്നു എന്നത് ആശ്ചര്യകരമാണ്. കാരണം ഇന്നുവരെയും ഒരു ശക്തിക്കും ഈ സ്നേഹസുവിശേഷത്തെ നശിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. യേശുവിൻ്റെ ജന്മവാർത്ത അറിയിച്ചുകൊണ്ട് ദൂതന്മാർ പാടി, ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അതായത് പ്രൈസ് ഗോഡ് ഇൻ ഹെവൻ, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിന് മഹത്വം. വീണ്ടും അവർ പാടി, പീസ് ഓൺ എർത്ത്, ഭൂമിയിൽ സമാധാനം. യിരെമ്യാവ് 6:14 പറയുന്നത്, സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ഇന്ന് സമാധാനത്തിന് വേണ്ടി നടത്തുന്ന എല്ലാ ശ്രമങ്ങളും ലഘുവായ ചികിത്സയാണ്. എന്നാൽ യേശുവിൻ്റെ വാക്ക് ശ്രദ്ധിക്കാം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. യോഹന്നാൻ 14:27. യേശു നൽകുന്ന സമാധാനം ശാശ്വതമാണ്. അത് പ്രാപിക്കുന്നതിന് യേശുവിന് ഹൃദയത്തിൽ ഇടം നൽകണം. യേശു നൽകുന്ന സമാധാനം ഈ ക്രിസ്മസിൽ കൂടി നമുക്ക് അനുഭവമാക്കാം. കർത്താവേ, ഈ ക്രിസ്മസിൽ കൂടി സമാധാനപ്രഭുവായ ക്രിസ്തുവിനെ അനുഭവമാക്കുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.